പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നിർണായകമായ രണ്ടാം ഘട്ട ഇറാൻ-US ചർച്ചകൾക്ക് പാകിസ്ഥാനിൽ തുടക്കമാകുന്നു. ഇതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളുടെയും ഉന്നതതല നയതന്ത്ര പ്രതിനിധി സംഘങ്ങൾ നാളെയോടെ ഇസ്ലാമാബാദിലെത്തും. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജാരദ് കുഷ്നർ എന്നിവർ നയിക്കുന്ന US സംഘവും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. ഇറാൻ തങ്ങളുടെ സമാധാന നിർദ്ദേശങ്ങൾ ചർച്ചയിൽ അമേരിക്കയ്ക്ക് കൈമാറുമെന്നാണ് സൂചന. നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള വെടിനിർത്തൽ ഈ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതുവരെ മാത്രമായിരിക്കും എന്നത് ചർച്ചയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സങ്കീർണമായ വിഷയങ്ങളിൽ ഇറാൻ സ്വീകരിക്കുന്ന നിലപാട് മേഖലയിലെ സമാധാന നീക്കങ്ങളിൽ നിർണായകമാകും. ഏപ്രിൽ 11, 12 തീയതികളിൽ നടന്ന ആദ്യഘട്ട ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞതിനെ തുടർന്ന് വലിയ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധവുമാണ് രണ്ടാം ഘട്ട ചർച്ചകൾ വൈകാൻ കാരണമായത്. എന്നാൽ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാദ് ദാറും ഇറാൻ വിദേശകാര്യമന്ത്രിയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണമാണ് ചർച്ചകൾ പുനരാരംഭിക്കാൻ വഴിയൊരുക്കിയത്. യുറേനിയം സമ്പുഷ്ടീകരണവും സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സമവായമുണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. US വൈസ് പ്രസിഡന്റ് JD വാൻസും പാകിസ്ഥാനിലെത്തിയേക്കുമെന്ന് സൂചനകളുണ്ടായിരുന്നു. മേഖലയിൽ സുസ്ഥിരമായ വെടിനിർത്തൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വലിയ നയതന്ത്ര പ്രാധാന്യമാണുള്ളത്. ഇറാൻ പ്രതിനിധികളുമായി പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പങ്കെടുത്തേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചയിൽ ഇറാനുമായി ഒരു കരാറിലെത്തുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് നേരിട്ടോ ഓൺലൈൻ വഴിയോ ഇതിൽ പങ്കുചേരുമെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രതിനിധികൾ എത്തിയെങ്കിലും ഇറാനും US തമ്മിൽ അടുത്തഘട്ട ചർച്ച നേരിട്ടുണ്ടാകില്ലെന്ന് സൂചനയുമുണ്ട്. സമാധാന നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി US അറിയിക്കാനാണ് സാധ്യത. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇസ്ലാമാബാദിലെത്തിയിട്ടുണ്ട്. അമേരിക്കൻ സംഘത്തിന് നേതൃത്വം വഹിക്കുന്ന മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും സീനിയർ അഡ്വൈസറായ ജാരദ് കുഷ്നറും ഇന്ന് പാകിസ്ഥാനിലെത്തും. ഇത്തവണത്തെ ചർച്ചകളിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാന്റെ ചർച്ചാ സംഘത്തെ നയിച്ചിരുന്ന മുഹമ്മദ് ബാഗർ ഗാലിബാഫും പങ്കെടുക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഹോർമൂസും ആണവ പദ്ധതികളും അടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോഴും കീറാമുട്ടിയായി തുടരുകയാണ്. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റാണ് US പ്രതിനിധികൾ ഇസ്ലാമാബാദിലെത്തുമെന്ന് സ്ഥിരീകരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനപ്രകാരം ഇറാൻ പ്രതിനിധികൾ ചർച്ചയ്ക്ക് താൽപര്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഈ നീക്കമെന്ന് ലിവിറ്റ് വ്യക്തമാക്കി. ചർച്ചകൾക്ക് ശേഷം വിറ്റ്കോഫും കുഷ്നറും നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ട്രംപ് അടുത്ത നീക്കങ്ങൾ തീരുമാനിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിലേക്ക് തിരിക്കാൻ തയ്യാറായിരിക്കണമെന്നും വൈറ്റ് ഹൌസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം നീക്കാതെ ചർച്ചയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു ഇറാൻ. അതുകൊണ്ട് തന്നെ US നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഇതുവരെ ഇറാൻ തയ്യാറായിട്ടില്ല. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കണമെന്നും ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ നിയന്ത്രണം നീക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു. ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് അതീവ പ്രാധാന്യമുണ്ട്. അതേസമയം തിടുക്കപ്പെട്ട് ഒരു കരാറിലെത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് വ്യക്തമാക്കി. ഇറാന് മുന്നിൽ മികച്ചൊരു കരാറിനുള്ള അവസരമുണ്ടെന്നും അത് വിവേകപൂർവ്വം ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ ചർച്ചകളിലൂടെ മേഖലയിലെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെടുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.